ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായ ഓർഫൺ മൂവിയുടെ റിവ്യൂ ആണ്. ഈ കഥയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്നാൽ, കേറ്റ് ജോൺ ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞു മരിച്ചു പോയതിനു ശേഷം ആകെ ഡിപ്രഷനിലേക്ക് ആയിപ്പോകുന്ന നായിക ഈ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് റിലീഫ് ആവുന്നതിന് വേണ്ടി അവർ ഒരു ഓർഫനേജിൽ നിന്ന് 9 വയസ്സുകാരിയായ പെൺകുട്ടിയെ ദത്തെടുക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന ശേഷം വളരെ ഡിസ്റ്റർബിംഗ് ആയ പല കാര്യങ്ങളും നടക്കുന്നു. ഈ പെൺകുട്ടി എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുന്ന നായികയ്ക്ക് കാത്തിരിക്കുന്ന ഞെട്ടിക്കുന്ന പല സത്യങ്ങളുമാണ് ഇതിൻ്റെ കഥ. ഈ കഥയുടെ എൻഡിംഗ് ആണ് ഹൈലൈറ്റ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കാണുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ശരി, കഥയിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഹോസ്പിറ്റലിൽ നായികയെയും നായകനെയും കാണിക്കുന്നു. നായകൻ്റെ പേര് ജോൺ, നായിക കെയ്റ്റ്. നായിക പൂർണ്ണ ഗർഭിണിയാണ്. റിസപ്ഷനിലെത്തിയ ജോൺ ഡോക്ടറെ കാണാൻ സ്റ്റാഫിനോട് ആവശ്യപ്പെടുന്ന നേരം നായികയ്ക്ക് പെയിൻ വരാൻ തുടങ്ങുന്നു. ഉടനെ ഒരു നേഴ്സ് വന്ന് വീൽ ചെയറിലിരുത്തി നായികയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ നായികയോട് നേഴ്സ് ഇത് ഫസ്റ്റ് കുട്ടിയാണോ എന്ന് അന്വേഷിക്കുന്നു. നായികയും ചിരിച്ചുകൊണ്ട് ഇത് തൻ്റെ മൂന്നാമത്തെ കുഞ്ഞാണെന്നും തങ്ങൾ അവൾക്ക് ജസീക്ക എന്ന് പേരിട്ടെന്നും പറയുന്നു. പെട്ടെന്ന് നായികയ്ക്ക് പെയിൻ കൂടി താഴെ മൊത്തം ബ്ലീഡിംഗ് ആവുന്നു. ഉടനെ നായികയെ ലേബർ റൂമിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അവർക്ക് ഡെലിവറി നടത്തുന്നത് കണ്ട് നായിക ഭയപ്പെട്ടുകൊണ്ട് ഡോക്ടറോട് കാര്യം അന്വേഷിക്കുമ്പോൾ അവർ നായികയോട് നിങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുന്നു. ഇത് കേട്ട നായിക ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നും ഉറങ്ങുകയാണെന്നും പറഞ്ഞ് കരയുന്നു. ഉടൻ അവർ ഓപ്പറേഷൻ ചെയ്ത് ചോരയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ കാണിക്കുന്നു. കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു കുഞ്ഞ്. പെട്ടെന്ന് കുഞ്ഞ് കരയുന്നത് കേട്ട ഡോക്ടർ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് പറയുന്നു. പെട്ടെന്ന് നായിക ഞെട്ടി എഴുന്നേൽക്കുന്നു. അതൊരു സ്വപ്നമായിരുന്നു. കാരണം നായികയ്ക്ക് ഓൾറെഡി ഒരു കുഞ്ഞ് അബോർഷനായി പോയതിനാൽ ആ ഡിപ്രഷനിലാണ് നായിക ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാരണത്താൽ നായിക തങ്ങളുടെ ഫാമിലി ഡോക്ടറുടെ അടുത്ത് പോകുന്നു. താൻ കാണുന്ന ഇതുപോലത്തെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുവാനും തൻ്റെ കുഞ്ഞ് നഷ്ടമായതിൻ്റെ ദുഃഖം തനിക്ക് മറക്കാനായും തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഡോക്ടറോട് അവർ ആവശ്യപ്പെടുന്നു. അതിന് ഡോക്ടർ നായികയോട് ഇതിനെക്കുറിച്ച് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് എന്താണെന്ന് നായിക ചോദിക്കുമ്പോൾ ഡോക്ടർ നായികയോട് ഒന്നുകിൽ നിങ്ങൾ ഇനി ഒരു കുഞ്ഞിനായി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നു. നായികയും ശരി ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ നായിക തൻ്റെ മകൾ മാക്സിനെ പിക്കപ്പ് ചെയ്യാൻ സ്കൂളിൽ പോകുന്നു. ആക്ച്വലി ഈ കുട്ടിക്ക് സംസാരിക്കാനും കാത് കേൾക്കാനും കഴിയില്ല. മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ലിപ്സ് റീഡ് വഴിയാണ് അവൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ നായിക തൻ്റെ മകളെയും കൂട്ടി കാറിൽ പോയിക്കൊണ്ടിരിക്കെ ഒരു സിഗ്നലിൽ കാർ നിർത്തുന്നു. നായിക പല ചിന്തകളാൽ ഇരിക്കുന്ന സമയം പുറകിലെ കാർ ഹോണടിക്കുന്നത് കേട്ട് സിഗ്നൽ എടുത്തെന്ന് കരുതി അവർ കാർ മുന്നോട്ടെടുക്കുന്നു. പെട്ടെന്ന് മുന്നിലൂടെ ഒരു ട്രക്ക് പോയതും നായിക സഡൻ ബ്രേക്ക് ഇട്ടതിനാൽ വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ നായികയെ കാണിക്കുന്നു. അവർ ഒരു പിയാനിസ്റ്റാണ്. അവർ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഡങ് എന്ന് ശബ്ദം കേൾക്കുന്നു. ഇവർക്കത് ഡിസ്റ്റർബ് ആകുന്നു. നായിക പുറത്തു വന്ന് നോക്കുന്നു. അവിടെ തൻ്റെ മകൾ മാക്സ് ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കണ്ട് അവർ അവളോട് പതുക്കെ ശബ്ദമില്ലാതെ കളിക്ക്, തനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. ഉടനെ അവിടേക്ക് ഒരു കാർ വരുന്നു. അതിൽ നിന്ന് നായികയുടെ മകനും ഹസ്ബൻഡും ഇറങ്ങുന്നു. മകൻ്റെ പേര് ഡാനിയൽ. ഓൾറെഡി നായികയ്ക്ക് 2 മക്കളുണ്ട്. ഇവരോടൊപ്പം സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നതെങ്കിലും നായികയ്ക്ക് മൂന്നാമതുണ്ടായ കുഞ്ഞിൻ്റെ നഷ്ടം അവരുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. രാത്രി നായിക തൻ്റെ ഹസ്ബൻഡിനടുത്ത് വന്ന് താൻ ഡോക്ടറെ കാണാൻ പോയതും തൻ്റെ മാനസികമായ പിരിമുറുക്കത്തെക്കുറിച്ചും ഡോക്ടർ തന്നോട് പറഞ്ഞതുമായ കാര്യങ്ങളും അയാളോട് പറയുന്നു. ഉടനെ അയാൾ നാളെ തന്നെ നമുക്കൊരു ഓർഫനേജിലേക്ക് പോയി ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് നായികയെയും കൂട്ടി ഓർഫനേജിലേക്ക് പോകുന്നു. അവിടെ എത്തിയ നായകനെയും നായികയെയും കൂട്ടി അവിടെയുള്ള സിസ്റ്റർ ഓർഫനേജിനെ പറ്റിയും അവിടെയുള്ള കുട്ടികളെ പറ്റിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടിയെ സെലക്ട് ചെയ്തോളൂ എന്ന് പറയുന്നു. ഈ സമയം നായകൻ മുകളിലെ മുറിയിൽ നിന്ന് ആരോ പാടുന്നത് കേട്ട് സ്റ്റെയർ കേസ് കയറി മുകളിലെ ക്ലാസ് റൂമിലെത്തുന്നു. അവിടെ ഒരു ചെറിയ പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് നായകൻ ശ്രദ്ധിച്ച് തിരിഞ്ഞു നടക്കെ പെട്ടെന്ന് പെൺകുട്ടി ജോണിനെ വിളിക്കുന്നു. അവർ പരസ്പരം ഇൻട്രൊഡ്യൂസ് ആവുന്നു. അയാൾ അവൾ വരച്ച ചിത്രങ്ങൾ കണ്ട് വളരെ ഇംപ്രസ് ആവുന്നു. ഉടനെ നായകനെ അന്വേഷിച്ച് നായികയും സിസ്റ്ററും അങ്ങോട്ട് വരുന്നു. അയാൾ തൻ്റെ വൈഫിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 2 പേർക്കും ഈ പെൺകുട്ടിയെ നന്നേ ഇഷ്ടപ്പെടുന്നു. അവർ ഉടനെ താഴെ ഓഫീസിലെത്തി പെൺകുട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ചോദിക്കുന്നു.
സിസ്റ്ററും ഈ പെൺകുട്ടിയുടെ ഫയൽ എടുത്തു നോക്കിയിട്ട് അവരോട്, ഇവളുടെ പേര് എസ്തർ എന്നാണ്, ഇവൾ റഷ്യയിൽ നിന്നാണ് ഇവിടെ എത്തിയത്, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, കാരണം കുറച്ച് വർഷങ്ങളായി അവൾ അവിടെയായിരുന്നു. ആക്ച്വലി ഇവളുടെ വീട് ഫയർ ആക്സിഡന്റിൽ കത്തി നശിച്ചതിനാൽ ഇവളൊഴികെ എല്ലാവരും മരണപ്പെട്ടു. അതിനുശേഷമാണ് ഇവൾ ഇവിടെ എത്തിയത്. ഇവളുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ വളരെ ശാന്തമായി, നീറ്റായി, വളരെ പക്വതയുള്ള കുട്ടിയെ പോലെയാണ് അവളുടെ പെരുമാറ്റം. നല്ല ആക്റ്റീവായ കുട്ടിയാണ്. പക്ഷേ ഒരേ ഒരു കുഴപ്പം, അവളുടെ കഴുത്തിലെയും കയ്യിലെയും ബാൻഡിൽ ആരെങ്കിലും തൊട്ടാൽ അവൾക്കത് ഇഷ്ടപ്പെടില്ല. ഉടനെ അവൾ ഭയങ്കരമായി ദേഷ്യപ്പെട്ടുകൊണ്ട് ഒച്ച വെക്കുമെന്ന് സിസ്റ്റർ അവരോട് പറയുന്നു. നായികയും തൻ്റെ ഹസ്ബൻഡിനോട് പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു. അയാളും സമ്മതിക്കുന്നു. എന്നിട്ട് സിസ്റ്റർ അവരോട് 3 വീക്സിൽ എല്ലാ പേപ്പർ വർക്ക്സും റെഡിയാക്കി തരാമെന്ന് പറയുന്നു. അവരും പെൺകുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. കാറിൽ പോകുന്ന വഴിക്ക് കേറ്റ് സൈലന്റ് ലാംഗ്വേജ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവളത് വേഗം പഠിക്കുന്നു. വീട്ടിലെത്തിയ ഉടൻ എസ്തർ മാക്സിനോട് സൈലന്റ് ഭാഷയിൽ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവൾ നായികയോട് മാക്സിന് കേൾക്കാനും കഴിയില്ല എന്ന് ചോദിക്കുന്നു. അതിന് നായിക കുറച്ചൊക്കെ കേൾക്കാം, എങ്കിലും അവൾ ലിപ്സ് റീഡ് വെച്ചാണ് എല്ലാം മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു. വീട്ടിലേക്ക് വന്ന അവളെ ഗ്രാൻഡ്മ സ്വീകരിക്കുന്നു. അവരോടും എസ്തർ നല്ല രീതിയിൽ പെരുമാറുന്നു. പക്ഷേ അവൾ വീട്ടിലെത്തിയത് ഡാനിയലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. വീടിനകം മൊത്തം നോക്കിക്കൊണ്ടിരുന്ന എസ്തർ നായികയുടെ പിയാനോ കണ്ട് അതിശയിക്കുന്നു. നായകൻ എസ്തറിന് ഗിഫ്റ്റെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നത് ഡാനിയലിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തന്നോട് ഇത്രനാൾ തൻ്റെ അപ്പൻ സ്നേഹത്തോടെ നിന്നു, ഇപ്പോൾ തന്നെയൊന്നും നോക്കുന്നത് പോലുമില്ലല്ലോ എന്ന് ദേഷ്യപ്പെട്ട് അവൻ തൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി പുറത്ത് തനിക്ക് പ്രിയപ്പെട്ട സ്ഥലമായ ട്രീ ഹൗസിലേക്ക് പോകുന്നു. എസ്തർ മാക്സുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നു. രാത്രി നേരം പുറത്ത് നല്ല ഇടിവെട്ടും മഴയും. ഈ സമയം മാക്സിൻ്റെ മുറി കാണിക്കുന്നു. മാക്സ് നല്ല ഉറക്കത്തിലാണ്. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ എസ്തർ സൈക്കോയെ പോലെ മാക്സിനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നു. അതേസമയം നായികയുടെയും നായകൻ്റെയും റൂം കാണിക്കുന്നു. ഉടനെ ഇവരുടെ മുറിയിലേക്ക് എസ്തറും മാക്സും വന്ന് ഞങ്ങൾക്ക് തനിച്ച് കിടക്കാൻ പേടിയാണെന്നും ഞങ്ങൾ ഇവിടെ കിടന്നോട്ടെ എന്നും ചോദിച്ച് കിടക്കുന്നു. ഇവിടെ സീൻ കട്ടാവുന്നു. അടുത്ത സീനിൽ നായിക തൻ്റെ മക്കളെ എല്ലാവരും സ്കൂളിലേക്ക് കാറിൽ പിക്കപ്പ് ചെയ്യുന്നതിനായി വിളിക്കുന്നു. ഈ സമയം എസ്തറിനെ കാണിക്കുന്നു. അവൾ തൻ്റെ കഴുത്തിലും കയ്യിലുമായി ഒരു ബാൻഡ് ധരിച്ചിരുന്നു. അതുമാത്രമല്ല, അവളൊരു പഴയ കാല ഡ്രസ്സ് ധരിച്ചാണ് സ്കൂളിൽ പോകാൻ നിൽക്കുന്നത്. ഇത് കണ്ട് നായിക അവളോട്, ഈ ഡ്രസ്സ് ഇട്ട് നീ സ്കൂളിൽ പോകണ്ട, ഇത് വളരെ പഴയ ഡ്രസ്സാണ്, നീ വേറെ ഏതെങ്കിലും ജീൻസും ടോപ്പും ഇട്ടിട്ട് സ്കൂളിൽ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവളും ഇല്ല, ഈ ഡ്രസ്സാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നു. നായികയും ശരി എന്ന് പറഞ്ഞ് അവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നു. എസ്തർ തൻ്റെ ക്ലാസ് റൂമിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് ക്ലാസ് ടീച്ചർ എസ്തറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി എസ്തറിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. എസ്തർ ഇത് കണ്ട് ആ പെൺകുട്ടിയെ ദേഷ്യഭാവത്തിൽ തുറിച്ചു നോക്കിക്കൊണ്ട് തൻ്റെ സീറ്റിൽ പോയിരിക്കുന്നു. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എസ്തർ തൻ്റെ വീട്ടിലേക്ക് പോയി നായികയുടെ മകളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിക്കുന്നത് എവിടെയാണെന്നാൽ ഒരു കുളത്തിന്റെ മുകൾ ഭാഗം മഞ്ഞുകൊണ്ട് ഐസായി കിടക്കുന്നതിന്റെ മുകളിലാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത്. നായിക മുകളിൽ നിന്നും ഇവർ അവിടെ കളിക്കുന്നത് കണ്ടിട്ട് ഭയത്തിൽ വെപ്രാളത്തിൽ വേഗത്തിൽ അങ്ങോട്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് അവിടെ നിന്നും മാറാൻ പറയുന്നു. അവരും അവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്ക് കളിക്കാൻ പോകുന്നു. ഈ സമയം നായികയുടെ മകൻ ഡാനിയെ കാണിക്കുന്നു. അവൻ ഒരു എയർ ഗണ്ണുകൊണ്ട് അവന്റെ കളിപ്പാട്ടങ്ങളെ വെടിവെച്ച് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാവിനെ വെടിവെക്കുന്നു. താഴെ വീണ പ്രാവിനെ കണ്ട് പേടിച്ചു പോയ ഡാനി ഉടനെ ആ പ്രാവിന്റെ അടുത്തേക്ക് പോയി താൻ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തു നിൽക്കുമ്പോൾ അവിടേക്ക് മാക്സും എസ്തറും വരുന്നു. ആ പ്രാവിനെ നോക്കി എസ്തർ ഡാനിയോട്, നീ ആ പ്രാവിനെ വെടിവെച്ചില്ലേ, അത് വേദനിച്ച് കുറച്ചായി മരിക്കുന്നതിനും നല്ലത് അതിനെ നീ ഒരു കല്ലുകൊണ്ട് അടിച്ചു കൊന്നേക്കു എന്ന് പറയുന്നു. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ഡാനിയും ഇല്ല, തനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എസ്തർ അവിടെ താഴെയുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ഒരു മനസാക്ഷിയും കാണിക്കാതെ ആ പ്രാവിനെ കല്ലുകൊണ്ട് അടിച്ചു കൊല്ലുന്നു. ഇത് കണ്ട് മാക്സും ഡാനിയും ഭയപ്പെടുന്നു. അടുത്ത സീനിൽ നായിക എസ്തറിന്റെ മുറി വൃത്തിയാക്കുമ്പോൾ എസ്തറിന്റെ ടേബിൾ കബോർഡിൽ നിന്നും ഒരു ബൈബിൾ കാണുന്നു. അതെടുത്തു നോക്കുമ്പോൾ അതിനകത്തായി ആരോ ഒരാളുടെ ഫോട്ടോ ഉള്ളതായി കാണുന്നു. പെട്ടെന്ന് നായികയ്ക്ക് തന്നെ പുറകിൽ നിന്നും ആരോ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. പുറകിൽ ആരും തന്നെയില്ല. നായികയ്ക്ക് ആകെ ഡൗട്ടാവുന്നു, ഇത് ആരായിരിക്കും, ഇനി അവളുടെ അപ്പനായിരിക്കുമോ എന്നവർ ചിന്തിക്കുന്നു. ഉടനെ നായിക ആ റൂമിൽ നിന്ന് പോകുന്നു. നായിക പോയതിനു ശേഷം എസ്തർ റൂമിന് പുറത്തു നിന്ന് മറഞ്ഞു നിന്ന് നോക്കുന്നത് കാണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ സ്കൂൾ കാണിക്കുന്നു. ഒരു പെൺകുട്ടി എസ്തറിനെ കളിയാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി പിന്നെയും എസ്തറിനെ കളിയാക്കിക്കൊണ്ട് നീ എന്തിനാണ് കയ്യിൽ ബൈബിൾ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് എസ്തറിന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്സ് എല്ലാം തട്ടി താഴെയിടുന്നു. എസ്തർ നിലത്ത് ചിതറി വീണ ബൈബിളിന്റെ പേജ് ഓരോന്നായി എടുത്തുകൊണ്ടിരിക്കെ ആ കുട്ടി എസ്തറിന്റെ കഴുത്തിലുണ്ടായിരുന്ന ബാൻഡ് അഴിച്ചെടുക്കാൻ നോക്കുന്ന സമയം പെട്ടെന്ന് എല്ലാവരും പേടിച്ചു പോകുന്ന രീതിയിൽ എസ്തർ ഉച്ചത്തിൽ അലറി നിലവിളിക്കുന്നു. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ എസ്തറിന് നായിക പിയാനോ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവളും തെറ്റായാണ് പ്ലേ ചെയ്യുന്നതെങ്കിലും ഞാൻ ഇനി അടുത്ത പ്രാവശ്യം നല്ലതുപോലെ ട്രൈ ചെയ്യാമെന്ന് എസ്തർ പറയുന്നു. ഈ സമയം നായിക എസ്തറിനോട്
സാവധാനം ഇന്ന് എന്താണ് സ്കൂളിൽ നടന്നതെന്നും നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും ചോദിക്കുന്നു. അതിന് എസ്തർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. അത് കണ്ട് നായിക, നിനക്ക് എന്തുണ്ടെങ്കിലും നീ അത് എന്നോട് പറ, ഞാൻ നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നായിക അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറി എടുത്ത് എസ്തറിനെ കാണിക്കുന്നു. അതിൽ നായിക താനും ഹസ്ബൻഡും നിൽക്കുന്ന ഫോട്ടോ, ഡാനിയുടെ ഫോട്ടോ, മാക്സിൻ്റെ ഫോട്ടോ, എസ്തറും മാക്സും നിൽക്കുന്ന ഫോട്ടോ എല്ലാം കാണിക്കുന്നു. എന്നിട്ട് നമ്മളെല്ലാം ഒരു ഫാമിലിയാണെന്ന് പറയുന്നു. അവളും ഹാപ്പി ആവുന്നു. ഉടനെ നായികയോട് എസ്തർ ആരാണ് ജെസിക്ക എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് നായിക അതിശയിക്കുന്നു. ഉടനെ അവൾ നായികയോട് തന്നോട് മാക്സ് പറഞ്ഞതാണെന്ന് പറയുന്നു. ഉടനെ നായിക എസ്തറിനെ തൻ്റെ ഗാർഡനിലേക്ക് കൊണ്ടുവന്ന് വൈറ്റ് റോസ് ചെടി കാണിക്കുന്നു. ജെസിക്ക എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നായികയുടെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ച മൂന്നാമത്തെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കത്തിച്ച ചാരമാണ് ഈ റോസ് ചെടിയിൽ ഇട്ടിരിക്കുന്നത്. തൻ്റെ മകളുടെ ഓർമ്മയാണിത്. അവളെ തങ്ങൾ ഇന്നും സ്നേഹിക്കുന്നു. ഇത്രയും വളർന്നു ഭംഗിയിൽ നിൽക്കുന്ന ഈ ചെടി കാണുമ്പോൾ തന്നെ നായികയ്ക്ക് തൻ്റെ മകൾ ജീവനോടെ ഉണ്ടെന്ന വിശ്വാസവും സമാധാനവും സന്തോഷവുമാണ്. ഇതെല്ലാം വേദനയിൽ പറയുന്ന നായികയെ നോക്കി എസ്തർ, നിങ്ങൾ ഒരു ഗ്രേറ്റ് മദർ ആണെന്ന് പറയുന്നു. ഇത് കേട്ട് നായിക എസ്തറിനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷം അറിയിക്കുന്നു. രാത്രി നേരം കിച്ചൺ വർക്കിലായിരിക്കുന്ന നായികയുടെ അടുത്തേക്ക് നായകൻ വരുന്നു. അയാളോട് താൻ ഇന്ന് എസ്തറോട് മനസ്സ് വിട്ട് സംസാരിച്ച കാര്യമെല്ലാം പറഞ്ഞ് സന്തോഷമായിരിക്കുന്നു. കിച്ചണിൽ വെച്ച് തന്നെ അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുന്നു. ഇത് എസ്തർ കാണുന്നു. ഇത് കണ്ട് അവർക്ക് ആകെ ഷെയിമാകുന്നു. പിറ്റേന്ന് എസ്തർ ഇരുന്ന് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് നായിക വരുന്നു. എന്നിട്ട് അവളോട് നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനവൾ ഗൗരവത്തിൽ തന്നെ എന്താണെന്ന് ചോദിക്കുന്നു. അതിന് നായിക അവളോട്, രാത്രി നീ ചില കാര്യങ്ങൾ കണ്ടു, അതൊന്നുമില്ല മോളെ, നീ വളർന്ന് വലിയ കുട്ടിയാകുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും. ഒരുപാട് സ്നേഹിക്കുന്നവർ തങ്ങൾ സ്നേഹം സന്തോഷം പങ്കിടാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും. അത് നീ തെറ്റായി വിചാരിക്കേണ്ട, നിനക്കെല്ലാം വളരുമ്പോൾ മനസ്സിലായിക്കൊള്ളുമെന്ന് പറയുന്നു. ഉടനെ എസ്തർ നായികയോട് തനിക്കിതെല്ലാം മനസ്സിലാവുമെന്ന് നായികയുടെ മുഖത്തടിച്ച പോലെ പറയുന്നു. നായികയ്ക്കും ആകെ അയ്യടാ എന്നാകുന്നു. ഇത് നായിക തൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു. അവൾ 9 വയസ്സുള്ള കുട്ടിയാണ്, പക്ഷേ അവൾക്കെല്ലാം അറിയുന്ന പോലെയാണ് അവൾ തന്നോട് സംസാരിച്ചത്. നമുക്കിവളെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറയുന്നു. അതിനയാൾ ഇതിത്ര വലിയ സീരിയസ് ആയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്നത്തെ കാലത്തെ പിള്ളേർക്കെല്ലാം ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നായികയെ ആശ്വസിപ്പിക്കുന്നു. പിറ്റേന്ന് നായകൻ മക്കളെയും കൂട്ടി പാർക്കിൽ പോകുന്നു. അവിടെ എസ്തറിനെ സ്കൂളിൽ വെച്ച് കളിയാക്കി ആ പെൺകുട്ടിയെയും കാണിക്കുന്നു. പെട്ടെന്ന് നായകൻ്റെ അടുത്തേക്ക് ഒരു ലേഡി വന്ന് കൊഞ്ചിക്കൊണ്ട് സംസാരിക്കുന്നു. ആ പെൺകുട്ടിയും എസ്തറെ കണ്ടുകൊണ്ട് ഊർന്നു കളിക്കുന്ന സ്ലൈഡിങ്ങിൽ കയറി താഴെ വരുമ്പോൾ ആരെയും കാണുന്നില്ല. പ്രത്യേകിച്ച് എസ്തറെ കാണുന്നില്ലെന്ന് കണ്ട് ഭയത്തിൽ ആ പെൺകുട്ടി പതുക്കെ പതുക്കെ സ്ലൈഡിങ്ങിൻ്റെ അവിടെയെല്ലാം പോയി നോക്കുന്നു. പക്ഷേ എസ്തറിനെ അവിടെയൊന്നും കാണുന്നില്ല. ആ പെൺകുട്ടിക്ക് കൂടുതൽ ഭയമാകുന്നു. ഉടനെ എസ്തർ പെൺകുട്ടിയെ മുകളിൽ നിന്ന് തള്ളി താഴെയിടുന്നു. ഇത് താഴെ നിന്ന് മാക്സ് കാണുന്നു. ഉടനെ എസ്തർ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക നായകൻ എസ്തറിനോട് എന്താണ് അവിടെ നടന്നതെന്ന് ചോദിക്കുന്നു. ആ പെൺകുട്ടിയുടെ ഫാമിലിയിലുള്ളവർ പറഞ്ഞല്ലോ നീയാണ് അവളെ തള്ളിയിട്ടതെന്ന് ചോദിക്കുന്നു. അതിനവൾ പാവം പോലെ മുഖം വെച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. ഉടനെ അയാൾ മാക്സിനോട് നീ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നു. ഉടനെ അവളും തൻ്റെ ചേച്ചിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൾ തന്നെയാണ് വീണതെന്ന് ആംഗ്യഭാഷയിൽ പറയുന്നു. ഉടനെ ഡാനിയൽ എസ്തർ ഫുഡ് കഴിക്കുന്ന രീതി കണ്ട് അവളെ കളിയാക്കുന്നു. ഇത് കേട്ട് നായകൻ അവനോട് അവൾ നിന്റെ സിസ്റ്ററാണ്, അവളോട് നീ സോറി എന്ന് പറയുന്നു. അവനും ദേഷ്യപ്പെട്ടുകൊണ്ട് തനിക്ക് ഇങ്ങനെ ഒരു സിസ്റ്റർ ഇല്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. പിറ്റേന്ന് നായകൻ ഡാനിയലിൻ്റെ ട്രീ ഹൗസ് കീയിട്ട് പൂട്ടി നീ അവളോട് സോറി പറഞ്ഞാലേ നിനക്കത് തരൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നായികയും എസ്തറും മാക്സും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നായികയ്ക്ക് ഓർഫണേജിലെ സിസ്റ്ററുടെ കോൾ വരുന്നു. ഫോൺ എടുത്ത നായികയോട് സിസ്റ്റർ എസ്തറെക്കുറിച്ച് അന്വേഷിക്കുന്നു. നായികയും എസ്തറിന് ഫോൺ കൊടുക്കുന്നു. പക്ഷേ അവൾ സിസ്റ്ററോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഉടനെ നായിക മാറിപ്പോയി നിന്ന് സംസാരിക്കുന്നു. ഇത് കണ്ട് എസ്തർ മാക്സിനോട് നായികയുടെ ലിപ്സ് വെച്ച് എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവളും നിന്നെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നു. നായിക സിസ്റ്ററോട് പാർക്കിലുണ്ടായ സംഭവവും ആ പെൺകുട്ടിയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടെന്നും 6 തുന്നലും കൈക്ക് പൊട്ടലും ഉണ്ടെന്ന് പറയുന്നു. ഉടനെ സിസ്റ്റർ അവളുടെ റെക്കോർഡ്സ് എല്ലാം ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു. വീട്ടിലെത്തിയ ശേഷം എസ്തർ തെറ്റില്ലാതെ പിയാനോ വായിക്കുന്നത് കണ്ട് നായിക അതിശയപ്പെടുന്നു. രാത്രി നേരം നായിക തൻ്റെ ഹസ്ബൻഡിനോട് എസ്തറയെക്കുറിച്ച് അവൾ പറയുന്നതെല്ലാം നുണയാണെന്നും 9 വയസ്സുകാരിയുടെ സ്വഭാവം പോലെയല്ല അവളുടെ സ്വഭാവത്തിലും വളരെ വ്യത്യാസമുണ്ടെന്നും പറയുന്നു. അയാളും ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല. ഉടനെ നായിക നിങ്ങൾ പാർക്കിൽ ഒരു ലേഡിയോട് സംസാരിച്ചിരുന്നില്ലേ, അതും അവൾ വന്ന് എന്നോട് പറഞ്ഞെന്ന് പറയുന്നു. അതിനയാൾ നീ എന്നെ സംശയിക്കാനും തുടങ്ങിയോ എന്ന് ചോദിച്ച് 2 പേരും തമ്മിൽ വഴക്കാവുന്നു. എന്നാൽ ഇതിനെല്ലാം കാരണക്കാരി വേറെ ആരുമല്ല എസ്തറായിരുന്നു.
പിറ്റേന്ന് രാവിലെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് എസ്തർ സന്തോഷത്തിൽ ഓടിപ്പോയി താൻ തുറക്കാമെന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്നു. വാതിലിന് പുറത്ത് സിസ്റ്ററെ കണ്ട് എസ്തർ ഭയപ്പെടുന്നു. എന്നിട്ട് അവൾ സിസ്റ്ററോട് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. സിസ്റ്റർ അവളോട് തിരിച്ച് താൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ച് അകത്തേക്ക് വന്നിരുന്ന് സിസ്റ്റർ പാരൻസിനോട് സംസാരിക്കുന്നു. അവർ അവരോട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഇവളുടെ എല്ലാ റെക്കോർഡ്സും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതുമാത്രമല്ല അവൾ നിന്ന് റഷ്യയിലെ ഓർഫണേജിലും ഞാൻ കോണ്ടാക്ട് ചെയ്തു നോക്കി. അവിടെ നിന്ന് എനിക്ക് അവളെപ്പറ്റി കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇവൾ ശരിയല്ല, കാരണം ഇവൾ നിന്നിടത്തെല്ലാം വലിയ ക്രൈം വരെ നടന്നിട്ടുണ്ട് എന്നവർ പറയുന്നു. ഇത് കേട്ട അയാൾ സിസ്റ്ററോട് നിങ്ങൾ എന്തിനാ ഇങ്ങനൊരു 9 വയസ്സുകാരിയുടെ മേൽ ഇത്രയും വലിയ പഴിയിടുന്നത്, അതും ആരുമില്ലാത്ത കുട്ടി, ഇതൊന്നും ശരിയല്ലെന്ന് പറയുന്നു. അതിന് നായിക അയാളോട് അവർ പറയുന്നത് എന്താണെന്ന് മുഴുവനായി കേൾക്കൂ എന്ന് പറയുന്നു. ഉടനെ സിസ്റ്റർ അവരോട് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ എസ്തറിന്റെ പാരൻസ് ഫയർ ആക്സിഡന്റിൽ മരിച്ചെന്ന്. എന്നാൽ അവർ എസ്തറിന്റെ സ്വന്തം പാരൻസ് അല്ല, അവരും അവളെ ദത്തെടുത്തതാണ്. എന്നാൽ ഇന്നും അവരുടെ വീട്ടിൽ നടന്ന ഫയർ ആക്സിഡന്റിനെ കുറിച്ച് ആർക്കും ഒരറിവുമില്ല. ഇവളെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊന്നും ശരിയല്ലാത്തതിനാൽ ആണ് ഉടനെ വന്ന് താൻ വാൺ ചെയ്തതെന്ന് സിസ്റ്റർ പറയുന്നു. ഉടനെ നായിക അയാളോട് നമുക്ക് അവളെ ഒരു ഡോക്ടറെ കാണിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഇവരിതെല്ലാം സംസാരിക്കുന്നത് എസ്തർ മറഞ്ഞിരുന്ന് കേൾക്കുന്നു. ഉടനെ എസ്തർ മാക്സിനടുത്ത് വന്ന് പാവത്താനെ പോലെ മുഖം വെച്ച് ആ സിസ്റ്റർ എന്നെ വീണ്ടും ഓർഫണേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണ്. നിന്നെ വിട്ടൊന്നും പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് അവൾ മാക്സിനോട് ട്രീ ഹൗസിന്റെ കീ എടുത്തു തരാൻ പറയുന്നു. അവളും തൻ്റെ അപ്പൻ്റെ ഓഫീസ് റൂമിൽ പോയി അതെടുത്ത് കൊടുക്കുന്നു. ഉടനെ എസ്തർ തൻ്റെ ബാഗിൽ ഒരു ചുറ്റിക എടുത്ത് വെക്കുന്നു. കീ വാങ്ങിയ എസ്തർ അവിടെയുള്ള ലോക്കർ തുറന്ന് അതിനകത്തുള്ള ഗൺ എടുത്ത് ലോഡ് ചെയ്ത് ഗൺ മാക്സിന് നേരെ നീട്ടി ഡു യു വാണ്ട് ടു പ്ലേ എന്ന് ചോദിക്കുന്നു. മാക്സും ഭയന്നുകൊണ്ട് ഇല്ലെന്ന് പറയുന്നു. ഉടനെ സിസ്റ്റർ പോകാൻ എഴുന്നേറ്റെന്ന് കണ്ട എസ്തർ ശരി നമുക്ക് പിന്നെ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് ഗൺ മാറ്റി എസ്തർ മാക്സിനെയും കൂട്ടി കാട്ടുവഴിയിലൂടെ പോയി സിസ്റ്ററുടെ കാർ വരുന്ന വഴിയുടെ മുന്നിൽ പോയി മറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് എസ്തർ മാക്സിനോട് അവർ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ പേടിപ്പിച്ചു വിടണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സിസ്റ്ററുടെ കാർ ദൂരെ നിന്ന് വരുന്നു. ഇത് കണ്ട് എസ്തർ മാക്സിനോട് അവർ വരുന്നുണ്ട്, ഉടൻ നീ അവരുടെ കാറിനെ കൈ കാണിച്ചു നിർത്തണം എന്ന് പറയുന്നു. പക്ഷേ ഭയത്തിൽ പോകാതെ നിന്ന മാക്സിനെ പിന്നിൽ നിന്ന് കാറിന് മുന്നിലേക്ക് എസ്തർ തള്ളിയിടുന്നു. പെട്ടെന്ന് തൻ്റെ കാറിന് മുന്നിൽ ഒരു പെൺകുട്ടി വീഴുന്നത് കണ്ട് സിസ്റ്റർ കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. ഭയന്നുപോയ സിസ്റ്റർ കാറിന് പുറത്തിറങ്ങി വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാക്സിനടുത്ത് വന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മാക്സ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പുറകിൽ നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞ് അവരെ എസ്തർ ചുറ്റിക വെച്ച് തലക്കടിച്ചിടുന്നു. ഇത് കണ്ട് ഭയന്ന് നിൽക്കുന്ന മാക്സിനോട് മതി കരഞ്ഞത്, ഉടനെ ഇവരുടെ ബോഡി റോഡിൽ നിന്ന് മാറ്റാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവർ സിസ്റ്ററിനെ വലിച്ച് താഴേക്ക് ഉരുട്ടി വിടുന്നു. ഈ സമയം മയക്കം തെളിഞ്ഞ സിസ്റ്റർ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചതും എസ്തർ സിസ്റ്ററിനെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം മാക്സ് കണ്ട് ഭയന്ന് നിൽക്കുന്നു. അതിനുശേഷം എസ്തറും മാക്സും ട്രീ ഹൗസിനകത്ത് ചെന്ന് എസ്തർ സിസ്റ്ററെ കൊല്ലാനായി ഉപയോഗിച്ച ചുറ്റികയും രക്തം പുരണ്ട ഡ്രസ്സും ഗ്ലൗസും എല്ലാം ബാഗിനകത്ത് വെച്ച് അവിടെ ഒളിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ട മാക്സ് എസ്തറോട് നീ ഇതെല്ലാം ചെയ്യാൻ എന്നെ കൂട്ടുപിടിച്ചതാണല്ലേ എന്ന് ചോദിക്കുന്നു. അതിനവൾ ഈ സിസ്റ്റർ എന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും പറയാൻ വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. പോലീസ് വന്ന് പിടിച്ചാൽ നീയും പെടുമെന്ന് പറയുന്നു. നീ ഈ കാര്യം ഇനി ആരോടെങ്കിലും പറയുമോ എന്ന് ചോദിക്കുന്നു. അതിന് മാക്സ് ഇല്ലെന്ന് തലയാട്ടുന്നു. ഇതേ സമയം പുറത്ത് ഡാനിയൽ ട്രീ ഹൗസിൽ നിന്ന് മാക്സും എസ്തറും ഇറങ്ങി വരുന്നത് കണ്ട് മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നു. ഇത് എസ്തർ കാണുന്നു. രാത്രി ഡാനിയൽ ഉറങ്ങുന്ന നേരം റൂമിലെത്തിയ എസ്തർ അവൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് നീ എന്താണ് ട്രീ ഹൗസിൽ കണ്ടതെന്ന് ചോദിക്കുന്നു. അവനും ഒന്നും കണ്ടില്ലെന്നും നിങ്ങൾ ഇറങ്ങി വരുന്നത് മാത്രമേ കണ്ടുള്ളൂവെന്നും പറയുന്നു. നീ കണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത സീനിൽ നായകനും നായികയും എസ്തറെ ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. ഡോക്ടർ എസ്തറിന് കൗൺസിലിംഗ് കൊടുത്ത ശേഷം പുറത്തേക്ക് അയച്ച് പാരൻസിനോട് അകത്തേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് അവരോട് ആ കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവൾ വളരെ നോർമലാണ്. നിങ്ങൾ സംശയിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സ്ട്രെസ് മുഴുവനും നിങ്ങൾ അവളോട് കാണിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഉടനെ അവർ ഹസ്ബൻഡിനോട് താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ഇതേ സമയം പുറത്തിരിക്കുന്ന എസ്തറിന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ ദേഷ്യം സഹിക്കാനാവാതെ ബാത്റൂമിനകത്ത് കയറി തനിയെ സംസാരിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് അവിടെ ആകെ ചവിട്ടിപ്പൊളിക്കുന്നു. ശരിക്കും ഒരു സൈക്കോയെ പോലെ. വീട്ടിലെത്തിയ നായികയ്ക്ക് ഓർഫണേജിൽ നിന്ന് കോൾ വരുന്നു. എന്നിട്ട് അവർ നായികയോട് നിങ്ങളെ കാണുന്നതിന് വേണ്ടി സിസ്റ്റർ വന്നിരുന്നല്ലോ, പക്ഷേ അവർ തിരിച്ചു വന്നിട്ടില്ലെന്നും അവർക്ക് എന്തായെന്ന് അറിയില്ലെന്നും പറയുന്നു. ഇത് കേട്ടതും നായിക നടുങ്ങുന്നു. ഇതെല്ലാം എസ്തർ മുകളിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അന്ന് രാത്രി പോലീസുകാർ സിസ്റ്ററുടെ ബോഡി കണ്ടെത്തുന്നു. പോലീസുകാർ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരോട് സംസാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞ് പോലീസുകാർ പോകുന്നു. ഈ സമയം എസ്തറുടെ റൂം കാണിക്കുന്നു. റൂമിനകത്ത് അവൾ വരച്ച നിറയെ ചിത്രങ്ങൾ. എസ്തർ അക്വേറിയം ലൈറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ചിത്രങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഡിം ലൈറ്റ് വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയും ഭയാനകമായ ഒരുപാട് മർമ്മങ്ങൾ ആ ചിത്രങ്ങളിൽ ഒളിച്ചിരിക്കുന്നെന്ന്. ഈ സമയം നായിക ലാപ്ടോപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡറെ പറ്റി സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അവർ തൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നു. എന്നിട്ടവർ അയാളോട് എനിക്കെന്തോ ഇവളുടെ മേൽ ഒരു ഡൗട്ടുണ്ട്, ഇവളാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. ഉടനെ അയാൾ 9 വയസ്സുകാരി പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, നീ വെറുതെ ഓരോന്നും ആലോചിച്ചു കൂട്ടുകയാണെന്ന് അയാൾ പറയുന്നു. നായിക പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ തീരെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ നായികയ്ക്ക് ഉറപ്പായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് എസ്തർ ആണെന്ന്. എന്നിട്ട് അയാളോട് താൻ നേരിട്ട് റഷ്യയിലേക്ക് വിളിച്ച് ഇവളെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണെന്നും തൻ്റെ മക്കൾ സുരക്ഷിതരല്ലെന്നും പറയുന്നു. പിറ്റേന്ന് നായിക റഷ്യയിലെ ഓർഫനേജിലേക്ക് കോൾ ചെയ്യുന്നു. എസ്തറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയുള്ളയാൾ നായികയോട് ഇങ്ങനെ ഒരു പേരുള്ള പെൺകുട്ടിയെ തങ്ങൾ അയച്ചിട്ടില്ലെന്ന് പറയുന്നു. നായികയ്ക്ക് കൂടുതൽ പെൺകുട്ടിയുടെ മേൽ ഡൗട്ടാവുന്നു. പിറ്റേ ദിവസം നായകൻ എസ്തറിന്റെ റൂമിലേക്ക് വന്നിട്ട് അവളോട് ഇന്ന് നിനക്ക് ഡെന്റൽ ചെക്കപ്പിന് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്, വേഗം പോകാൻ റെഡിയാകുക എന്ന് പറയുന്നു. അതിനവൾ അയാളോട് സ്നേഹത്തിൽ കൊഞ്ചിക്കൊണ്ട് ഇന്ന് വേണ്ട, തനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അയാളും ശരി എന്ന് പറയുന്നു. ഈ സമയം നായിക മക്കളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്ന നേരം അവർ രണ്ടുപേരോടും എസ്തർ നിങ്ങളെ ഭയപ്പെടുത്താറുണ്ടോ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഭയത്തിൽ ഇല്ലെന്ന് തലയാട്ടുന്നു. കാരണം അവൾ അത്രത്തോളം അവരെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ സമയം നായകനോടൊപ്പം വീട്ടിലായിരിക്കുന്ന എസ്തർ അയാളോട് ഡാഡി നിങ്ങളുടെ കൂടെ ഇങ്ങനെ തനിയെ ഇരിക്കുന്നത് എനിക്കിഷ്ടമായി എന്ന് പറയുന്നു. അപ്പോൾ അയാൾ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ സന്തോഷമെന്ന് അയാൾ പറയുന്നു. അതിനവൾ ഇല്ല, അമ്മയ്ക്കെന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ അഡോപ്റ്റഡ് ചൈൽഡ് അല്ലേ, അതുകൊണ്ട് അമ്മയ്ക്കെന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇത് കേട്ട അയാൾ അങ്ങനെയൊന്നും നീ പറയല്ലേ, ഞങ്ങൾക്ക് നീ മാക്സിനെ പോലെയും ഡാനിയെ പോലെയും തന്നെയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അയാൾ നീ ഒരു കാര്യം ചെയ്യ്, അമ്മ വന്ന ശേഷം അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നീ എന്തെങ്കിലും ചെയ്താൽ മതി, അമ്മയ്ക്ക് ഇഷ്ടമാകും എന്ന് പറയുന്നു. വീട്ടിലെത്തിയ നായിക കിച്ചണിൽ ജോലിയിലായിരിക്കെ എസ്തർ നായികയോട് വളരെ സന്തോഷത്തോടെ അമ്മയ്ക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് വെള്ള റോസാപ്പൂ ബൊക്ക കൊടുക്കുന്നു. അവളത് മനഃപൂർവ്വമാണ് ചെയ്തത്. ഇത് കണ്ടതും നായികയുടെ മനസ്സിടിഞ്ഞ് കരച്ചിലും ദേഷ്യവും വരുന്നു. കാരണം നായിക തൻ്റെ മകളുടെ ഓർമ്മയ്ക്കായി വളർത്തിക്കൊണ്ടുവന്ന റോസാ ചെടിയിൽ നിന്നായിരുന്നു അവൾ അത് കൊണ്ടുവന്നത്. നായിക അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എസ്തർ നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചതും എസ്തർ നിലവിളിച്ചുകൊണ്ട് മനഃപൂർവ്വം അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നു ഡാഡി എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട് ജോണും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നായിക അയാളോട് ഇവൾ മനഃപൂർവ്വം എന്നെ ഹേർട്ട് ചെയ്യാൻ ചെയ്തതാണ് എന്ന് വേദനയോടെ പറഞ്ഞ് നിലത്തിരുന്ന് കരയുന്നു. എന്നിട്ട് നായിക ചെടിയുടെ അടുത്ത് പോയിരുന്ന് കരയുന്നു. രാത്രി നേരം എസ്തർ പതുക്കെ എഴുന്നേറ്റ് വന്ന് അവൾ തന്നെ അവളുടെ കൈ ഒടിക്കുന്നു. എന്നിട്ട് അവൾ വന്ന് കിടന്നിട്ട് ഡാഡി കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പാവം പോലെ കരയുന്നു. അയാളും അവളുടെ കയ്യിലെ ഒടിവ് കണ്ട് ഉടൻ അവൾ അമ്മയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് കരയുന്നു. ഉടൻ അയാൾ അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിലെത്തിയ നായികയോട് നീ എന്തിന് അവളുടെ കൈ ഒടിച്ചു എന്ന് അയാൾ ചോദിക്കുന്നു. അതിന് കെയ്റ്റ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അയാളും നായികയോട് ഹാഷായി സംസാരിച്ചിട്ട് താഴെ ഡൗൺ സ്റ്റെയറിൽ പോയി കിടന്നോളാൻ പറയുന്നു. നായിക പുറത്ത് ബാറിൽ വന്ന് 2 കുപ്പി വൈൻ മേടിച്ച് പോകുന്നു. കുറച്ചു നേരം ആലോചിച്ച ശേഷം നായിക ഒരു കുപ്പി വൈൻ എടുത്ത് കമഴ്ത്തി കളയുന്നു. അവിടെ മൊത്തം വൃത്തിയാക്കുന്നു. പിറ്റേന്ന് നായിക 3 പേരെയും സ്കൂളിൽ കൊണ്ടാക്കുന്നു. സ്കൂളിലെത്തി കാറിൽ നിന്ന് ഇറങ്ങി ഡാനിയലിന്റെ ബാഗിൽ നിന്ന് ബുക്സ് താഴെ വീഴുന്നത് കണ്ട് നായിക അതെടുത്ത് അവന് കൊടുക്കാൻ പോകുന്ന നേരം എസ്തർ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് എടുത്തിടുന്നു. പെട്ടെന്ന് കാർ തനിയെ ഓടിപ്പോകുന്നു. ഉള്ളിൽ മാക്സ് കുടുങ്ങി കിടക്കുന്നു. ഇത് കണ്ട് നായിക ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കാറിന്റെ പിറകെ ഓടുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് വലിയ ആക്സിഡന്റ് ഒന്നും ആയില്ല. കാർ ഇറക്കത്തിൽ നിന്ന് റോഡിനപ്പുറം പോയി നിൽക്കുന്നു. നായികയും ഓടി വന്ന് മാക്സിനെ എടുക്കുന്നു. വീട്ടിലെത്തിയ നായികയെ ജോണും ഡോക്ടറും ചോദ്യം ചെയ്യുന്നു. സ്കൂളിൽ നടന്ന കാര്യം നായിക പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. തലേന്ന് രാത്രി അവർ 2 ബോട്ടിൽ വൈൻ വാങ്ങിയിരുന്നു. ഒന്നവർ സിങ്കിൽ ഒഴിച്ചു കളഞ്ഞു, ഒന്ന് സിങ്കിന് താഴെ മറച്ചു വെച്ചിരുന്നു. ആ കുപ്പിയെടുത്ത് എസ്തർ രാവിലെ അയാളുടെ കയ്യിൽ കൊടുത്തിരുന്നു.
അത് പറഞ്ഞ് തർക്കിക്കുന്നു. തലേന്ന് രാത്രി നീ കുടിച്ചതിനാൽ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്ന് നീ തന്നെയാണ് ആക്സിഡന്റ് ആക്കിയതെന്നും നിന്റെ മാത്രം തെറ്റാണെന്നും ഡോക്ടറും പറയുന്നു. ഉടനെ അയാൾ നായികയോട് നീ ആകെ ഡിപ്രഷനിലാണ്, അതുകൊണ്ട് നീ 1 വീക്ക് ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്ക്, മക്കളെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുകളിൽ മാക്സ് നിൽക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് അവളുടെ പുറകിൽ എസ്തർ വന്ന് അവളുടെ ചെവിയിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ അമ്മയെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. രാത്രി നേരം ഡാനി എസ്തറിന്റെ മുറിയിൽ പാട്ട് കേട്ട് അവൾ മുറിക്കുള്ളിലാണെന്ന് ഉറപ്പിച്ച ശേഷം നേരെ മാക്സിന്റെ റൂമിലേക്ക് ചെന്ന് അവളോട് രാവിലത്തെ കാർ ആക്സിഡന്റിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അവളും ഭയത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്നു. ഉടനെ അവൻ താൻ അവൾ ആക്സിഡന്റ് ആക്കുന്നത് കണ്ടെന്നും ഇതെല്ലാം നിനക്ക് അപ്പനോടും അമ്മയോടും പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നു. അതിനവൾ അവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എസ്തർ ചെയ്ത എല്ലാ കാര്യങ്ങളും പേപ്പറിൽ ഡ്രോയിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡാനിയെ കാണിക്കുന്നു. പാർക്കിൽ പെൺകുട്ടിയെ തള്ളിയിട്ടതും സിസ്റ്ററെ കൊന്നതും പ്രാവിനെ കൊന്നതും എവിഡൻസ് ഒളിപ്പിച്ചതുമെല്ലാം കാരണം എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോഴും ഏക ദൃക്സാക്ഷി മാക്സ് ആയിരുന്നല്ലോ. ഇത് കണ്ട് അവൻ ട്രീ ഹൗസിൽ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതിനവൾ എവിഡൻസ് മറച്ചു വെച്ചത് എന്ന് പറയുന്നു. ഉടനെ അവൻ അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവൾ ഉണ്ടെന്ന് പറയുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം ഈ സമയം എസ്തർ മുറിക്ക് പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. രാത്രി ഉറക്കം വരാതെ കിടന്ന നായിക പതുക്കെ എഴുന്നേറ്റ് മകളുടെ മുറിയിൽ പോയി നോക്കുന്നു. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിയുന്നത് കണ്ട് നോക്കിയ നായിക കസേരയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ എസ്തർ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് അവളോട് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. നീ നിന്റെ റൂമിലേക്ക് പോ എന്ന് പറയുന്നു. എന്നിട്ട് അവളോട് നീ എന്തിനെന്റെ മക്കളെ ഹേർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. അതിനവൾ താനോ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. എന്നിട്ട് അവൾ നായികയുടെ ഡയറിയിലെ രഹസ്യങ്ങൾ നായികയോട് തന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തുന്നു. പിറ്റേന്ന് നായിക ഓർഫനേജിലേക്ക് വിളിച്ച് ഇവളെപ്പറ്റിയുള്ള ഡീറ്റെയിൽ അന്വേഷിക്കുന്നു. പക്ഷേ അവർക്കും ഇവളെപ്പറ്റി ഒരു ഡീറ്റെയിലും അറിയില്ല. അവരും കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം ഡാനി ഒരു ചുറ്റികയും എടുത്ത് ട്രീ ഹൗസിൽ പോയി ലോക്ക് പൊളിച്ച് അകത്ത് കയറുന്നു. നായിക എസ്തറെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും കിട്ടാത്തതിനാൽ അവളുടെ മുറിയിൽ ചെന്ന് ചെക്ക് ചെയ്യുന്നു. ഒരു ഡോളിനകത്ത് ബൈബിൾ കണ്ട് നായിക അതെടുത്ത് നോക്കുന്നു. അതിൽ കുറച്ചാളുകളുടെ ഫോട്ടോസ് കാണുന്നു. ബൈബിളിന്റെ ചട്ടയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നായിക നോട്ട് ചെയ്ത് വേഗം ലാപ്ടോപ്പിൽ പോയി സെർച്ച് ചെയ്യുന്ന നേരം അതിലൊരു കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ കാണുന്നു. ഉടൻ നായിക ആ നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു. ഫോൺ എടുത്ത ലേഡിക്ക് നായികയുടെ ഭാഷ മനസ്സിലാവാത്തതിനാൽ മറ്റൊരാളെ വിളിക്കാനായി പോകുന്നു. ഇതേ സമയം ഡാനി ട്രീ ഹൗസിൽ പോയി എവിഡൻസ് നോക്കുന്നു. നായികയുടെ ഫോൺ മറ്റൊരാൾ വന്ന് എടുക്കുന്നു. നായിക അയാളോട് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ അറിയുന്നതിനായി വിളിച്ചതാണ്. അവളെ ഒരു അമേരിക്കൻ ഫാമിലി അഡോപ്റ്റ് ചെയ്തതാണ്, പെൺകുട്ടിയാണ്. അതിനയാൾ അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും ഇതൊരു ഓർഫണേജ് അല്ല, മെന്റൽ ഹോസ്പിറ്റൽ ആണെന്നും പറയുന്നു. ഇതുകൂടി കേട്ടതോടെ നായിക ആകെ ഷോക്കാവുന്നു. ഉടനെ അയാൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ നിങ്ങൾ അയക്കൂ എന്ന് പറയുന്നു. ട്രീ ഹൗസിലെത്തിയ ഡാനിയുടെ പുറകെ എസ്തറും വന്ന് എല്ലാ എവിഡൻസും കത്തിക്കുന്നു. അതുമാത്രമല്ല അവിടെ മൊത്തം പെട്രോൾ ഒഴിക്കുന്നു. ഭയന്ന് നിന്ന ഡാനിയെ ആ ട്രീ ഹൗസിൽ ലോക്ക് ചെയ്ത് എസ്തർ താഴെ നിന്ന് ട്രീ ഹൗസ് കത്തുന്നത് നോക്കി രസിക്കുന്നു. പുറത്തു വന്ന ഡാനി സഹായത്തിനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നായിക എസ്തറയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എടുത്ത് ഓർഫനേജിലേക്ക് സിസ്റ്ററെ വിളിച്ച് അവളുടെ ഫോട്ടോ ഉൾപ്പെടെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു. ഡാനിയും കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ സഹായമില്ലാതെ ട്രീ ഹൗസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയ നായിക ട്രീ ഹൗസ് കത്തുന്നത് കണ്ട് ഗ്രാൻഡ്മയോട് പോലീസിന് കോൾ ചെയ്യ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി വരുന്നു. ഈ സമയം എസ്തർ താഴെ വീണ ഡാനിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു വലിയ കല്ലെടുത്ത് അവന്റെ തലക്കിടാൻ പോകവേ പെട്ടെന്ന് മാക്സ് അവളെ തള്ളി താഴെയിടുന്നു. അടുത്ത സീനിൽ ഹോസ്പിറ്റൽ കാണിക്കുന്നു. ഡോക്ടർ വന്ന് ഡാനിയൽ കുറച്ച് സീരിയസ് ആണെന്നും ബ്ലീഡിംഗ് നിന്നെന്നും പക്ഷേ നല്ല മുറിവുണ്ടെന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നും പറയുന്നു. ഇന്നവൻ ICUവിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. അതിനുശേഷം നായിക എസ്തറെ കുറിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാളോട് പറയുന്നു. പക്ഷെ അപ്പോഴും അയാൾ എസ്തറിന് വേണ്ടി തന്നെ വാദിച്ചുകൊണ്ടിരുന്നു. എല്ലാം ചെയ്തിട്ടും ഒന്നും അറിയാത്ത പാവത്തെ പോലെ എസ്തർ ഇരിക്കുന്നത് കാണിക്കുന്നു. അവൾ ഗ്രാൻഡ്മയോട് തനിക്ക് സോഡ കുടിക്കാൻ $1 തരുമോ എന്ന് ചോദിക്കുന്നു. അതിനവർ നിന്റെ അമ്മ എങ്ങോട്ടും പോകരുതെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. ഉടൻ അവളുടെ മുഖം വാടിയെന്ന് മനസ്സിലാക്കിയ ഗ്രാൻഡ്മ പേഴ്സിൽ നിന്ന് അവൾക്ക് $1 എടുത്ത് കൊടുക്കുന്നു. ഇതുകൊണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് വന്ന അവളുടെ മുഖം പെട്ടെന്ന് വില്ലത്തിയാവുന്നു. ICUവിൽ ഡാനി കിടക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് അകത്തേക്ക് എസ്തർ വരുന്നത് കാണിക്കുന്നു. ഈ സമയം മാക്സ് ഗ്രാൻഡ്മയോട് താനും എസ്തറിനൊപ്പം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകുന്നു. ICUവിൽ എസ്തർ ഡാനിയുടെ മുഖത്തെ ഓക്സിജൻ മാസ്ക് മാറ്റി തലയിണ വെച്ച് അമർത്തി കൊല്ലാൻ ശ്രമിക്കുന്നു. എസ്തറെ അന്വേഷിച്ച് സോഡാ മിഷിന്റെ അടുത്തെത്തിയ മാക്സ് അവളെ കാണാത്തതിനാൽ എന്തോ പന്തികേട് തോന്നി നേരെ തന്റെ പാരന്റ്സിനടുത്തേക്ക് ഓടുന്നു. ഈ സമയം ICU റൂമിന്റെ എമർജൻസി അലാറം അടിക്കുന്നു. എല്ലാവരും ഡാനിയുടെ റൂമിലേക്ക് ഓടുന്നത് കണ്ട് നായികയ്ക്ക് തന്റെ മകനെ എസ്തർ എന്തോ ചെയ്തെന്ന് മനസ്സിലാവുന്നു.
ഉടനെ നായിക ദേഷ്യത്തോടെ എസ്തറെ തിരഞ്ഞു പോകുമ്പോൾ അവൾ കൂളായി സോഡ കുടിച്ചുകൊണ്ട് വരുന്നത് കണ്ട നായിക എൻ്റെ മകനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് അവളുടെ മുഖത്ത് വീശിയടിക്കുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവർ നായികയ്ക്കാണ് പ്രോബ്ലം എന്ന് കരുതി നായികയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു മയക്കുന്നു. എസ്തറും ഒന്നും അറിയാത്ത പാവത്തെ പോലെ ഡാഡി ഡാഡി എന്ന് പറഞ്ഞ് കരയുന്നു. അയാളും അവളെ വന്ന് രക്ഷിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയം നായികയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. പക്ഷെ അതാരും എടുക്കുന്നില്ല. പാതി മയക്കത്തിലായ നായികയുടെ അടുത്തേക്ക് ജോൺ വന്ന് ഡാനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം, നീയും റെസ്റ്റ് എടുക്ക്, ഞാൻ മാക്സിനെയും എസ്ത്രയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. അതിനവർ മാക്സിനെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തണം, അവളുടെ അടുത്തേക്ക് വിടല്ലേ എന്ന് പറയുന്നു. അയാളും പോകുന്നു. വീട്ടിലെത്തിയ നായകൻ മാക്സിനെ ഉറക്കാൻ കിടത്തിയിട്ട് പോകുന്നു. എന്നിട്ട് അയാൾ താഴെ വന്ന് വൈൻ കുടിക്കുന്നു. ഈ സമയം എസ്തർ മോഡൽ ഡ്രസ്സെല്ലാം ഇട്ട് മേക്കപ്പ് ഇട്ട് ഭയങ്കരമായി റെഡിയായി താഴേക്ക് വന്ന് അയാളെ ഇംപ്രസ് ചെയ്യിക്കാൻ നോക്കുന്നു. അയാളാകെ ഡാനിയെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കെ അവൾ അയാളോട് നിങ്ങളൊരു ഗുഡ് പേഴ്സണാണ്, ഗുഡ് ഫാദറാണ്, ഹാൻസം മാനാണ് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ശരീരത്തിൽ കൈവച്ചതും അയാൾ ആകെ ദേഷ്യത്തോടെ അവളോട് നീ ചെറിയ കുട്ടിയാണ്, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, മുകളിൽ നിന്റെ റൂമിൽ പോയി കിടക്ക്, നാളെ സിസ്റ്ററെ വിളിച്ച് എനിക്കൊന്ന് സംസാരിക്കണം, ഇനി ഈ വീട്ടിൽ നിൽക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞതും അവളുടെ മുഖം ആകെ ദേഷ്യത്തിൽ മാറുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ നായികയ്ക്ക് കോൾ വരുന്നു. റഷ്യയിലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറായിരുന്നു വിളിച്ചത്. അയാൾ നായികയോട് നിങ്ങൾ അയച്ച ഫോട്ടോ ഞാൻ കണ്ടു, അവളിപ്പോൾ എവിടെയാണ്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ടോ, അവൾ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് അയാൾ അന്വേഷിക്കുന്നു. ഇല്ല, അവൾ ഇവിടെയില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വീട്ടിലാണ്. ഇത് കേട്ട അയാൾ ഉടനെ നായികയോട് ഉടനെ നിങ്ങളുടെ ഹസ്ബൻഡിന് ഫോൺ ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാവരോടും വീടിന് പുറത്തേക്ക് വരാൻ പറയൂ, എന്നിട്ട് ഉടനെ നിങ്ങൾ പോലീസിനെ വിളിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ട നായിക ഇതെല്ലാം എന്ത് കാരണത്താലാണ് ചോദിക്കുന്നത്, അതിനയാൾ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ചെറിയ പെൺകുട്ടിയല്ല, അവൾ വളർന്നൊരു ലേഡിയാണ്. അതിന് നായിക നിങ്ങൾക്ക് ആള് മാറിയതാവും, ഞങ്ങൾ അവളെ അഡോപ്റ്റ് ചെയ്ത് ഓർഫണേജിലെ സിസ്റ്റർ പറഞ്ഞത് അവൾ 9 വയസ്സുകാരിയായ പെൺകുട്ടി എന്നാണ്. അതിനയാൾ ഇല്ല, അവൾക്ക് ലോകത്തിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമുണ്ടാകുന്ന ഒരു തരം റെയർ ഡിസോർഡറാണ്. അത് ബാധിക്കുന്നവർ കാഴ്ചയിൽ അവർ ഒരു കുട്ടിയെപ്പോലെ തോന്നിക്കുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയല്ല. അവളുടെ പേര് എസ്തർ എന്നല്ല, അവളുടെ പേര് ലീന ക്ലാമർ എന്നാണ്. അവൾ 1976 ജനിച്ചത്. അവൾ വെറും 9 വയസ്സുകാരിയല്ല, മുതിർന്നൊരു പെൺകുട്ടിയാണ്. അവൾക്ക് 33 വയസ്സുണ്ട്. ഇതെല്ലാം കേട്ട് നായിക വിശ്വസിക്കാനാവാതെ ഷോക്കാവുന്നു. ഉടനെ അയാൾ നായികയോട് നിങ്ങൾ എപ്പോഴെങ്കിലും അവളുടെ ശരീരത്തിലെ പാടുകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് നായിക അവളുടെ ശരീരത്തിൽ പാടുകളൊന്നും ഇല്ലെന്ന് പറയുന്നു. ഉടനെ അയാൾ നായികയോട് ഇവൾ ഞങ്ങളുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഏറ്റവും വയലൻ്റായ പേഷ്യൻ്റ് ആയിരുന്നു, ഇവിടെയുള്ള സ്റ്റാഫുകളെയെല്ലാം അവൾ ഉപദ്രവിക്കുമായിരുന്നു, അതിനാൽ അവളുടെ കഴുത്തിലും കയ്യിലും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. ഈ ചങ്ങലയിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പാടുകൾ അവളുടെ കയ്യിലും കഴുത്തിലും ഉണ്ടെന്ന് പറയുന്നു. ഇതേ സമയം എസ്തർ തൻ്റെ കയ്യിലെയും കഴുത്തിലെയും ബാൻഡ് അഴിക്കുന്നത് കാണിക്കുന്നു. തൻ്റെ കയ്യിലെയും കഴുത്തിലെയും ബാൻഡിൽ ആരെങ്കിലും തൊട്ടാൽ അവൾ വയലൻ്റ് ആവുന്നതിന് കാരണം ഇതാണ്. ഇതെല്ലാം കേട്ട ശേഷം നായിക ഡോക്ടറോട് പിന്നെ എന്തിന് നിങ്ങൾ അവളെ തുറന്നു വിട്ടു എന്ന് ചോദിക്കുന്നു. അതിന് ഡോക്ടർ തങ്ങൾ അവളെ തുറന്നു വിട്ടതല്ലെന്നും ഹോസ്പിറ്റലിൽ നിന്ന് അവൾ 7 പേരെ കൊന്നിട്ടാണ് ചാടിയതെന്നും ഇതിനു മുൻപ് മറ്റൊരു ഫാമിലിയും ഇവളെ അഡോപ്റ്റ് ചെയ്തെന്നും ആ ഫാമിലിയെ മൊത്തം അവൾ കൊല ചെയ്തെന്നും ഇവിടുന്ന് പോയ ശേഷം അവളെക്കുറിച്ച് യാതൊരു അറിവില്ലെന്നും തങ്ങൾ ഇന്നും അവളെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ പറയുന്നു. ഈ സമയം എസ്തർ വളരെ വയലൻ്റായി മുറിയിലെ സാധനങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുന്നു. ജോൺ എസ്തറിന്റെ റൂമിൽ നിന്ന് ശബ്ദം കേട്ട് മുകളിലേക്ക് ചെല്ലുന്നു. മുറിയിൽ എസ്തറിനെ കാണാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തു വന്ന അയാൾ മുറിയിലെ അക്വേറിയത്തിന്റെ ലൈറ്റ് വെളിച്ചത്തിൽ എസ്തർ വരച്ച ചിത്രങ്ങൾ ശ്രദ്ധിക്കുന്നു. എല്ലാ ചിത്രങ്ങളും വയലൻസ് നിറഞ്ഞതായിരുന്നു. അതുമാത്രമല്ല അതിനോടൊപ്പം കുറെ അഡൽസ് ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതുവരെ അവൾ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും ചിത്രങ്ങളായി അവൾ വരച്ചു വെച്ചിരിക്കുന്നു. ഈ സമയത്ത് അയാൾക്ക് മനസ്സിലാവുന്നു തൻ്റെ ഭാര്യ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ നായിക എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ വേഗത്തിൽ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് നായിക ജോണിന് കോൾ ചെയ്യുന്നു. നായികയുടെ കോൾ ജോൺ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയം പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്ന എല്ലാ കറണ്ടും കട്ടാകുന്നു. എന്തുപറ്റി പെട്ടെന്ന് എന്നോർത്ത് അയാൾ വീട്ടിലെ ഇലക്ട്രിക് മെയിൻ ബോർഡിൽ പോയി നോക്കുമ്പോൾ മെയിൻ ബോർഡെല്ലാം ആരോ തല്ലി തകർത്തിരിക്കുന്നു. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടന്ന ജോണിനെ എസ്തർ പിന്നിൽ നിന്ന് കത്തികൊണ്ട് കുത്തുന്നു. കുത്തുകൊണ്ട് വീണ ജോണിനെ എസ്തർ വീണ്ടും വീണ്ടും കുത്തുന്നു. ജോണും മരിക്കുന്നു. തൻ്റെ അപ്പനെ എസ്തർ കുത്തിക്കൊല്ലുന്നത് എല്ലാം ഭയത്തോടെ സ്റ്റെപ്പിന് മുകളിൽ നിന്ന് മാക്സ് കാണുന്നു.
തിരിഞ്ഞു നോക്കുന്ന എസ്തർ മാക്സിനെ കണ്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ മാക്സ് ഭയത്തിൽ പെട്ടെന്ന് അവിടെ നിന്നും ഓടി തൻ്റെ മുറിയിൽ കയറി ഒളിക്കുന്നു. ഈ സമയം ഇതൊന്നും അറിയാതെ നായികയും വീട്ടിൽ വരുന്നു. വന്നയുടൻ താഴെ മരിച്ചു കിടക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട നായിക പൊട്ടിക്കരയുന്നു. നായികയ്ക്ക് മനസ്സിലാവുന്നു ഇതെല്ലാം എസ്തറാണ് ചെയ്തത് എന്ന്. ഉടനെ നായിക മാക്സ് എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് ഓരോ റൂമുകളിലും കയറി നോക്കുന്നു. അങ്ങനെ നായിക തൻ്റെ റൂമിൽ കയറി നോക്കുമ്പോൾ അവിടെയും മാക്സിനെ കാണാനില്ല. പെട്ടെന്ന് എസ്തർ നായികയെ വെടിവെച്ചിടുന്നു. അവിടെയുള്ള കണ്ണാടി പൊട്ടിച്ചിതറുന്നു. നായിക പെട്ടെന്ന് തന്നെ എസ്തർ മുകളിലേക്ക് വരുന്നതിന് മുമ്പേ വേഗം പുറത്തു പോകാമെന്ന് കരുതി വീടിന് പുറത്തേക്ക് പോകാനുള്ള ഡോർ തുറന്ന് പുറത്തുപോയി സൈഡിൽ ഒളിച്ചു നിൽക്കുന്നു. നായികയെ തിരഞ്ഞ് അങ്ങോട്ട് വന്ന എസ്തർ വീട് അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. ഈ സമയം ആ ചെറിയ പെൺകുട്ടി മാക്സ് താഴെ ഉണ്ടായിരുന്ന ഗാർഡന്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒളിക്കുന്നു. നായിക ആ ഗാർഡന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ താഴെ ചെടിക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന മകളെ കാണുന്നു. ഗാർഡന്റെ മുകളിലെ റൂഫ് ഒരു കണ്ണാടി പോലെയാണ് വെച്ചിരുന്നത്. നായിക അതിന്റെ മുകളിൽ നിൽക്കുന്നത് മാക്സ് കാണുന്നു. ഉടനെ മാക്സിനോട് താഴെ തന്നെ ഒളിച്ചിരിക്കുക എന്ന് പറയുന്നു. മാക്സും ചെടികൾക്കിടയിലേക്ക് ഒളിച്ചിരിക്കുന്നു. ഈ സമയം എസ്തർ ആ ഗാർഡനിലേക്ക് വരുന്നു. കൂടെ കയ്യിൽ ആ ഗണ്ണുമുണ്ട്. അവൾ മുകളിലുള്ള നായികയെ കണ്ട് മുകളിലേക്ക് 2-3 വട്ടം വെടിവെക്കുന്നു. ഈ സമയം എസ്തർ ചെടികൾക്കിടയിലെ മാക്സിനെ കാണുന്നു. അവളെ കൊല്ലാൻ എസ്തർ നോക്കുമ്പോൾ പെട്ടെന്ന് നായിക ആ കണ്ണാടി പൊട്ടിച്ച് എസ്തറിന്റെ മുകളിലേക്ക് തന്നെ വീഴുന്നു. മയങ്ങിക്കിടക്കുന്ന എസ്തറിന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ നായിക എടുത്ത് തൻ്റെ അരയിൽ വെക്കുന്നു. എന്നിട്ട് മാക്സിനെയും കൂട്ടി നായിക പുറത്തേക്ക് പോകുന്നു. ഈ സമയം അവിടെ വീടിന്റെ മുന്നിൽ പോലീസ് വരുന്നു. വീടിനകത്ത് വന്ന പോലീസ് ജോണിന്റെ ബോഡി കാണുന്നു. എന്നിട്ട് വീടിനകത്ത് മുഴുവൻ നോക്കുന്നു. ഇതേ സമയം പോലീസ് താഴെ ഗാർഡനിൽ പോയി നോക്കുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. അവിടെ എസ്തർ ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞെന്ന ആശ്വാസത്തിൽ നായിക മകളെയും എടുത്ത് പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നും കത്തിയുമായി എസ്തർ നായികയെ കുത്തുന്നതിനായി ഓടി വരുന്നു. ഉടനെ നായിക വേഗം മാക്സിനെ സൈഡിലേക്ക് തള്ളിയിട്ട് അരയിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് എസ്തറിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എസ്തർ നായികയെ പുറകോട്ട് തള്ളിയിടുന്നു. ഗൺ തെറിച്ചു വീഴുന്നു. ഇരുവരും ഐസായി കിടക്കുന്ന ആ കുളത്തിന്റെ മുകളിലേക്ക് ഉരുണ്ടു വീഴുന്നു. അവിടെ വെച്ച് നായികയും എസ്തറും തമ്മിൽ ഒരു അറ്റാക്ക് നടക്കുന്നു. എസ്തർ എങ്ങനെയെങ്കിലും നായികയെ കത്തികൊണ്ട് കുത്തണം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നായികയുടെ ശരീരത്തിൽ പലവട്ടം കത്തികൊണ്ട് മുറിവാകുന്നു. അങ്ങനെ എസ്തർ നായികയെ കൊല്ലാനായി അടുത്തെത്തിയപ്പോൾ പുറകിൽ നിന്നും മാക്സ് താഴെയുണ്ടായിരുന്ന ഗണ്ണെടുത്ത് എസ്തറിനെ നോക്കി വെടിവെക്കുന്നു. പക്ഷെ പാവം ചെറിയ കുട്ടിയായതിനാൽ ഉന്നം തെറ്റി താഴെ നായികയും എസ്തറും ഉണ്ടായിരുന്ന കുളത്തിന്റെ മുകളിലേക്ക് ഷൂട്ടാവുന്നു. ഐസ് പൊട്ടിയതിനാൽ വെള്ളത്തിലേക്ക് രണ്ടുപേരും താണുപോകുന്നു. വെള്ളത്തിനടിയിലും എസ്തർ നായികയെ വിടുന്ന ലക്ഷണമില്ല. നായികയും എങ്ങനെയോ എസ്തറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് മുകളിലേക്ക് കരയിലെത്തി. കയറാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എസ്തർ നായികയുടെ കാല് പിടിച്ചു വലിച്ച് അവൾ നായികയോട് പ്ലീസ് എന്നെ രക്ഷിക്കൂ മമ്മി എന്ന് പറയുന്നു. അവളുടെ മറ്റേ കയ്യിൽ നായികയെ കുത്താൻ ആ കത്തിയും മറച്ചു പിടിച്ചിരുന്നു. ഇവൾ പറഞ്ഞത് കേട്ട് നായിക ദേഷ്യത്തിൽ ഞാൻ നിന്റെ മമ്മി അല്ല എന്ന് പറഞ്ഞ് എസ്തറിന്റെ കഴുത്ത് നോക്കി ഒറ്റ ചവിട്ട് കൊടുക്കുന്നു. കഴുത്തൊടിഞ്ഞ് എസ്തറും തിരിച്ച് ഐസ് വെള്ളത്തിനടിയിലേക്ക് താണു പോകുന്നു. കരയ്ക്ക് കയറിയ നായിക ആശ്വാസത്തോടെ മാക്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ഇതോടെ കഥയും അവസാനിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.